നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ എൽ സാൽവദോറിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്ത്യൻ റൊമേറോ, എൻസോ ഫെർണാണ്ടസ്, ലോ ചെൽസോ എന്നിവരായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഇനിയിപ്പോൾ അടുത്ത സൗഹൃദ മത്സരത്തിൽ കോസ്റ്റാറിക്കയാണ് അർജന്റീനയുടെ എതിരാളികൾ. വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 8:20 ഈ ഒരു പോരാട്ടം നടക്കുക. അമേരിക്കയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടം അരങ്ങേറുന്നത്. ഏതായാലും നിരവധി മാറ്റങ്ങൾ ഈ ഒരു മത്സരത്തിൽ വരുത്താൻ ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യം TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ലയണൽ മെസ്സിയുടെ അഭാവത്തിലാണ് അർജന്റീന ഇപ്പോൾ ഉള്ളത്. പൗലോ ദിബാല, അതുപോലെ തന്നെ പലാസിയോസ്, അതുപോലെ തന്നെ മാർക്കോസ് സെനസി എന്നിവർക്കൊക്കെ പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു മത്സരത്തിൽ വരുന്ന കോസ്റ്റാറിക്കക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വാൾട്ടർ ബെനിറ്റസ് ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി അരങ്ങേറാനുള്ള ഒരു സാധ്യത TVC സ്പോർട്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എമിലിയാനോ മാർട്ടിനസ് പുറത്തിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നെഹുവേൽ മൊളീന മടങ്ങിയെത്തും എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മധ്യനിരയിൽ അലക്സിസ് മാക്കാലിസ്റ്റർ മടങ്ങിയെത്താനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. അതായത് ലിയാൻഡ്രോ പരേഡസിന് തന്റെ സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂലിയൻ ആൽവറസിന് സാധ്യതയുണ്ട്. ലൗട്രോ മാർട്ടിനസിന് സ്ഥാനം നഷ്ടമാവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഡിമരിയ കളിക്കാനുള്ള സാധ്യത കുറവാണ്. പകരം നിക്കോളാസ് ഗോൺസാലസ് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും അർജന്റീനയുടെ ഒരു പോസിബിൾ 11 നമുക്കൊന്ന് നോക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഒന്നുകിൽ എമിലിയാനോ മാർട്ടിനസ് അല്ലെങ്കിൽ വാൾട്ടർ ബെനിറ്റസ്. അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ നെഹുവേൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടമൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജിയോവാനി ലോ ചെൽസോ എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ നിക്കോളാസ് ഗോൺസാലസ്, ഹൂലിയൻ ആൽവറസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഈ മത്സരത്തിലും മികച്ച ഒരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജന്റീനയുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.